വടക്കൊന്നും കുറെ ആൾക്കാർ വരുന്നത്, തെക്കൊന്നും കുറെ ആൾക്കാർ വരുന്നത്. ഇതൊക്കെ റിക്രൂട്ട്മെന്റ് നടത്താൻ ചില ആളുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എവിടെയൊക്കെ ഈ ആളുകൾ വരാൻ കാരണം. ഇതല്ല, ഒരു ഷെയ്ഖുമല്ല, അയാൾ ഒലിയുമല്ല. അപ്പോ ആ പോയിന്റ് പിടിച്ചതാ ഞാൻ. അതായത് ഞങ്ങളെ ഇത് കാസർഗോഡുന്ന പരിപാടി, ഞങ്ങളെ മലപ്പുറത്തുള്ള ഒരാളെ പറയേണ്ടത് ഞങ്ങളാണ്. ഞാനിവിടെയും പറയുന്നു, കുരുവട്ടൂരിലുള്ള ഉസ്താദിനെ കുറിച്ച് പറയേണ്ടത് ഈ നാട്ടുകാരാണ്. അവർക്കറിയാം ഉസ്താദിനെ. അത് വേറൊരാൾ ഇങ്ങോട്ട് ഹിജ്റ വന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഞങ്ങൾക്കതിലൊരു വാശിയില്ല. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലേ ഇവിടെ നിന്ന് പറഞ്ഞത്, ഉസ്താദേ ശരീഅത്തിന്റെ ഇന്ന നിയമത്തിന് ഉസ്താദ് എതിരാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയും, ഞാൻ ഇന്നു മുതൽ ബന്ധപ്പെടൂല എന്ന് പറയും. പക്ഷേ അത് കിബിരിത്തുൽ അഹ്മർ ഒന്നല്ല, മുഹാലാണത്. അതാ ഞങ്ങൾ ഇത്രയും ധൈര്യത്തിൽ വിളിക്കുന്നത്. ഞങ്ങൾ ഇവരെ പിന്നാലെ നടന്ന് ചോദിച്ചിട്ടുണ്ട്. പലരോടും ഞങ്ങൾ പറഞ്ഞു, ഹാഫിദ് ഉസ്താദിനെ ഞങ്ങൾ എത്തിച്ചേരാ, നിങ്ങളൊന്ന് ചോദിക്കി. ഉസ്താദ് ഇത്രത്തോളം പറഞ്ഞു. ഇനി അതും കൂടി നിങ്ങൾ കേട്ടോളൂ. ഈ ഉലമാക്കൾ എല്ലാരും കൂടി ചേർന്ന് എന്നോട് പറയാണ്, ഹാഫിദ് ഉസ്താദ് എന്നോട് പറഞ്ഞ ഈ ഉലമാക്കൾ എല്ലാം കൂടി എന്നെ വിളിച്ചിട്ട് പറയാണടാ ഹക്കീമേ, എന്റെ അടുത്ത് ഇന്ന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ തൗബ ചെയ്ത് മടങ്ങാൻ ഞാൻ തയ്യാറാണ്. ഇത്രയേറെ പറഞ്ഞ ഒരാളെ കുതിര കയറാമെന്ന് നിങ്ങൾക്ക് വല്ല വ്യാമോഹം ഉണ്ടെങ്കിൽ ഈ ഭൂലോകത്ത് നടക്കുന്ന കാര്യമല്ലാതെ ഇതിലപ്പുറം എന്താ പറയണ്ടി? അത്രയും താഴ്ന്നു ഇപ്പോഴും അത് പറയാണ്. നിങ്ങൾ വരി, മെമ്പർഷിപ്പ് ഉള്ള ആളല്ലേ. അപ്പൊ ഒരാൾക്ക് നിങ്ങൾ രാഷ്ട്രീയ സംഘടനയാണെങ്കിൽ എന്താ ചെയ്യാ? ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ ഒരു ഇത് കൊടുക്കൊരു വിശദീകരണം തേടൂലേ? വിശദീകരണം തേടിയിട്ട് അയാളെ വിശദീകരണം തൃപ്തിയല്ലെങ്കിലല്ലേ കേസെടുക്കുക, നിയമം എടുക്കുക. ഹാഫിദ് ഉസ്താദ് SYSന്റെ മെമ്പർ ആയിരിക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വസ്വാസം ഉണ്ടെങ്കിൽ ഉസ്താദിനെ വിളിച്ചു വരുത്തിയിട്ടൊന്ന് ചോദിക്കണ്ടേ? ചോദിച്ചിട്ട് തെറ്റ് പറഞ്ഞിട്ട് ഉസ്താദ് ന്യായീകരിച്ചാലല്ലേ ഉസ്താദിനത് പറയേണ്ടതുള്ളൂ. ഇത്രയേറെ താഴ്ന്നു തന്നപ്പോ നിങ്ങൾ മുകളിൽ കയറി. നിങ്ങൾക്ക് തോന്നി ഈ രാജ്യം മുഴുവനും ഞങ്ങളുടെ കയ്യിലാണ്. നാം മനസ്സിലാക്കിക്കോ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മഹാന്മാരായ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളുടെ നോട്ടമുണ്ടെങ്കിൽ ഞങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഇനി ദുനിയാവിൽ പരാജയപ്പെട്ടാൽ എന്താണ്? ഞങ്ങൾ ആഗ്രഹിക്കുന്നു ശൈഖുനാ ഖുത്ബുൽ ആലം മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആളുകളായി ഞങ്ങളെ വിളിക്കപ്പെടണം. അതേ മമ്പുറന്തങ്ങളെ ആളുകളായി വിളിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം. പിന്നൊരാള് പറഞ്ഞു ഉദ്ഘാടനം ചെയ്തപ്പോ, ഇവിടെ ഒരാളുണ്ട് മൂപ്പരി ത്വരീഖത്തോ എന്തോന്നും നിനക്കറിയില്ല, എന്താ നിങ്ങൾ പോണ്ട, എന്നാ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. അത് മനസ്സിലായിക്കോളൂ. പിന്നെ വേറെ വിശദീകരണം, സംശയം ഉണ്ടെങ്കിൽ പോകാതിരിക്കല്ലേ വേണ്ടത് അല്ലേ? ഇസ്തിയാസ ചെയ്യാൻ വഹാബിക്ക് സംശയമുണ്ട്, നിർത്തിക്കോ. നിസ്കാരം 5-ാം നിലയിൽ ചേകനൂന്നി സംശയമുണ്ട്. കണ്ട സംശയത്തിനൊക്കെ വില കൊടുക്കുക. സംശയമുണ്ടെങ്കിൽ കാരണം പറ. അക്കാരണം പറയാത്ത കാലത്തോളം നിങ്ങൾ എന്ത് വളർന്നു കാര്യമില്ല. ഷാവറൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ പിന്നെ എത്ര ആൾക്കൂടെ ഷാവറുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അത് ലോകത്തിൽ എല്ലാവരും അംഗീകരിക്കണം. ഇപ്പൊ 90 ലക്ഷത്തോളം വരുന്ന മുഅ്മിനീങ്ങൾ, കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ, അവരൊക്കെ ഈ വിഷയം മനസ്സിലാക്കണമെങ്കിൽ കാര്യം എല്ലാരെ കുറിച്ച് തീരുമാനത്തപ്പോൾ അത് പറഞ്ഞു കൊടുത്തല്ലോ. തബ്ലീഗ് തെറ്റാന്ന് പറഞ്ഞു നമ്മൾ കാരണം പറഞ്ഞു കൊടുത്തു. ഖാദിയാനി കാഫിറാന്ന് പറഞ്ഞു കാരണം പറഞ്ഞു കൊടുത്തു. എണ്ണി കൃത്യമായി രേഖ അടക്കം. എന്തേ ഇവിടെ ഇല്ലാത്തത്? എന്തേ ഇവിടെ മാത്രം അതില്ലാത്തത്? അതുണ്ടാവൂല, അത് നിങ്ങൾക്ക് പറയാൻ കഴിയൂല. അത് ഇവിടെ നിങ്ങൾ സമ്മേളനം വെച്ചപ്പോൾ മനസ്സിലായി, ഒന്നുകൂടി മനസ്സിലായി. അതുകൊണ്ട് ഇതിൽ വാശിയില്ല, വാശിയില്ല. ജനങ്ങളെ ഈമാനാണ് ഏറ്റവും പ്രധാനം. അതിന്റെ നല്ല ഉപദേശങ്ങൾക്ക് വേണ്ടി കാതോർക്കുക. ആ ഉപദേശങ്ങൾ വരുമ്പോൾ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഹൃദയത്തിൽ ധാരാളമായി ഇങ്ങനെ അല്ലാഹുവിനെ കുറിച്ചുള്ള ആ ഒരു തോന്നൽ വരും, ഖബറിനെ കുറിച്ചുള്ള ചിന്ത വരും. അതാവിടെ ആവശ്യം. അതിനുവേണ്ടി നമ്മൾ എല്ലാ പണ്ഡിതന്മാരെയും ആദരിച്ച് എല്ലാവരും ഒന്നായി സുന്നത്ത് ജമാഅത്ത് പറയുന്ന ഒരു റൂട്ടിൽ വരിക. അത് വന്നാൽ അൽഹംദുലില്ലാഹ് ഈ
പറഞ്ഞ കറാമത്ത് മുഴുവനും നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അൻവർ ഉസ്താദ് ഇപ്പൊ ഖബറിന്ന് സംസാരിച്ചു പറഞ്ഞാല് അതൊന്നും വലിയ സംഭവമായിട്ട് നിങ്ങൾ കൂട്ടേണ്ട മക്കളെ. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ വലിയ മഹാനല്ലേ, അവരെ സ്മരണീയങ്ങളൊന്നും എടുത്തു നോക്ക്. സമസ്ത ഇറക്കിയ സ്മരണിക അതിൽ കാണാം. ഏർവാടിയിൽ ചെന്നു ശൈഖുനാ ഇ.കെ. ശംസുൽ ഉലമ ഉസ്താദ് അവറുകൾ ഏർവാടിയിലെ കാട്ടുപള്ളിയിൽ ചെന്നപ്പോ അതാ മഖ്ബറയിലേക്ക് അങ്ങ് കടക്കുമ്പോ മഹാൻ സലാം അടക്കാണ്. വഅലൈക്കുമുസ്സലാം. കൂടെയുള്ളവര് സലാം അടക്കില്ല. ശൈഖുന ചോദിച്ചു, എന്താണ് നിങ്ങളാരും സലാം അടക്കാത്തത്? ഉസ്താദേ, ഞങ്ങൾ സലാം കേട്ടിട്ടില്ലല്ലോ. ഇ.കെയുടെ ചോദ്യം, പിന്നെ നിങ്ങൾ നാട് തണ്ടാൻ വന്നതാണോ? ഖബറകത്തിന്ന് സലാമീനെ കേട്ടോവാർ, ഖബറകത്തുള്ളവരോട് മൊഴിന്തോവാർ. ഖബറകത്തുസ്താദേ ഖബറുങ്ങളിൽ നിന്നത് നീക്കിച്ച് വെച്ചോർ, കുഫിയാകത്തുള്ള കൽഭാഗം വന്നോർ ചൊല്ലിനി എന്റെ മനിൽ മജ്‌ലിസിൽ വന്നതിന്റെ പവറാണോ? നിങ്ങൾ 100 കൊല്ലം തപസ്സിരുന്നിട്ട് കാര്യമുണ്ടോ? വേദിമാരൊക്കെ അങ്ങനെ പാടല് പഠിപ്പിച്ചു തരും. അതാണ്, അതിങ്ങനെ അനുഭവിച്ചു പഠിക്കും ഏത് സാധാരണക്കാരൻ. അത് അനുഭവത്തിൽ പഠിക്കണം. അസൂയും കിബറൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാന്റെ മാർഗത്തിൽ വാ. എന്നിട്ട് ഞമ്മക്ക് ഒന്നിച്ച് എല്ലാവർക്കും കൂടി ഒന്ന് ഈ പ്രശ്നം പറഞ്ഞു തീർക്കാനേ ഉള്ളൂ. അതൊന്ന് പറഞ്ഞു തീർത്ത് ഇത്തരം തടസ്സമുള്ള ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മാറ്റിവെക്കുക. എന്നിട്ട് ഞമ്മക്ക് സുന്നത്ത് ജമാഅത്തിലൊന്ന് ഒന്നിക്കുക. ഇൻഷാ അല്ലാഹ് മഹാന്മാര് വഫാത്തായ പോലെ, ശൈഖുന മടവൂർ വഫാത്തായ പോലെ, ഖുത്ബുൽ ആലം മടവൂർ ജീവിച്ച പോലെ നമുക്കൊന്ന് ജീവിക്കണം. എന്താണ് അവിടുത്തെ പ്രത്യേകത? മടവൂരിൽ വന്നു ചോദിച്ചു, ശൈഖുന മടവൂർ ഇതാരെ വീടാണ്? അവ പറഞ്ഞു കൊടുത്തു, ഇന്ന ആളെ വീടാണ്. ചോദിച്ചു, ഇതാരെ വീടാണ്? അതിന്ന ആളെ വീടാണ്. എല്ലാ വീടും പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ പറഞ്ഞു, ഈ വീട് ആരാണ്? അവ പറഞ്ഞു, ഇന്ന ആളുടെ. അവനെ എനിക്കറിയില്ല. ശൈഖുനായുടെ മറുപടി പിന്നെയും ചോദിച്ചു. അപ്പോഴും മറുപടി പറഞ്ഞു, ഇന്ന ആള്, ഇന്ന ആളെ മകള് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. മനസ്സിലായില്ല. അവസാനം ശൈഖുന മടവൂർ പറഞ്ഞു, ഖുത്ബുൽ ആലം മടവൂർ പറഞ്ഞു, അവരുമായി നമുക്ക് ബന്ധമില്ല, അവരുമായി ബന്ധമുള്ളവരോടും ബന്ധമില്ല. വഹാബിയോടാണത്. ഇതാ മടവൂരിന്റെ ത്വരീഖത്ത് പഠിച്ചോ? മടവൂരിന്റെ ത്വരീഖത്ത് എന്ന വഹാബിനോട് കടുത്ത ദേഷ്യം, സ്നേഹ സംവാദം അവിടെ ഇല്ല, മജ്‌ലിസിൽ ഇരിക്കലില്ല. അത് അൽ ബാബു സാദിസാണ്. അങ്ങോട്ട് ഇപ്പൊ പോണില്ല. സഹോദരങ്ങളെ, വഹാബിന്റെ കൂടെ ഇരിക്കലില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ടും ഒരാൾക്കും വരാൻ കഴിഞ്ഞില്ല. ശൈഖുന മടവൂർ പഠിപ്പിച്ചു കൊടുത്ത കാര്യം അതാണ് ഉസ്താദ് അവറുകൾ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വഹാബിനോട് കടുത്ത ദേഷ്യം, ഇത് നമ്മളെ അജണ്ടയാണ്. അത് വ്യക്തിപരമായ വൈരാഗ്യമല്ല. അതാണ് ഇവിടെ ഒന്നാമത്തെ ഷർത്ത്. ഉസ്താദിന്റെ മജ്‌ലിസിൽ ഇരിക്കണമെങ്കിൽ, ഉസ്താദിന്റെ കൂടെ നടക്കണമെങ്കിൽ ഒറ്റടിമേന്തേ ഉള്ളൂ. വഹാബിനോട് എതിർപ്പ് വേണം, ജമാഅത്തെ ഇസ്ലാമിയോട് എതിർപ്പ് വേണം. ആദർശ മുന്നേറ്റ പരിപാടിക്ക് പോകുമ്പോ പാവപ്പെട്ട എന്നോട് എന്റെ ഉസ്താദിന്റെ ഒരേ ഒരു ഉപദേശം, മോനെ വഹാബിയോടുള്ള ആ ബന്ധം പറയാതെ പ്രസംഗം നിർത്തരുത് കേട്ടോ. ഇത്രയേറെ ഈ വിഷയത്തിൽ വലിയ കർശനമായ ബോധം. മൻ അഹബ്ബ സാഹിബ ബിദ്അത്തിൻ, പുത്തൻവാദിയെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവന് സലാം പറഞ്ഞാൽ, അവന്റെ കൂടെ പോയി ഇരുന്നാൽ, അതേ അഹ്ബത്തുല്ലാഹു അമലഹു, അല്ലാഹു അവന്റെ അമല് പൊളിച്ചു കളയുകയാണ്. മാത്രമല്ല വഅഖ്റജ നൂറൽ ഇസ്ലാമി മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്നതാ ഈമാനാകുന്ന നൂറിനെ അല്ലാഹ് എടുത്തു കളയും കേട്ടോ. അതുകൊണ്ട് തന്നെ ആദർശ മുന്നേറ്റത്തിന് വന്ന മാന്യ മുഅ്മിനീങ്ങളെ, ഇതിന്റെ സന്ദേശം ഇതാണ്. ഒരു വഹാബിയോടും നമുക്ക് ബന്ധം വേണ്ട. വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും,
നമ്മുടെ ആയത്തുകളെ പരിഹസിക്കുന്നവർ, കളിയാക്കുന്നവർ, തെറ്റിദ്ധരിപ്പിക്കുന്നവർ, പുത്തൻവാദികൾ, അവരുമായി നിങ്ങൾക്ക് ബന്ധം വേണ്ട. അഥവാ അറിയാതെ ഇരുന്നു പോയാൽ എഴുന്നേറ്റ് പോരണം മോനെ. ഓർമ്മ വന്നാൽ ഇത് ഖുർആനിന്റെ കൽപ്പനയാണ്. ഈമാൻ വലിയ വിലപിടിപ്പുള്ള സംഗതിയാണ്. ഈ ശരീരമൊക്കെ നശിച്ചാലും ഈമാൻ നശിക്കാൻ പാടില്ല. അതേ സഹോദരങ്ങളെ, ആത്മാവ് നശിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വഹാബിയോടുള്ള കടുത്ത ദേഷ്യമാണ് ഉസ്താദ് അവരുടെ ഒന്നാമത്തെ നയം. അതുപോലെ ഷഹർ മുബാറക്കിനോടുള്ള ആദരവ്, അതിനെ നിസ്സാരമാക്കുന്നവരോടുള്ള വെറുപ്പ്, ഇതൊക്കെ ഉസ്താദിന്റെ അടിസ്ഥാന നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ ചരിത്രം കൂടി പറഞ്ഞ് ചോദ്യകർത്താക്കൾക്ക് ഞാൻ അവസരം കൊടുക്കുകയാണ്. അതേ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു അൻഹു യമനിൽ ജീവിച്ച വലിയ മഹാൻ. പക്ഷേ അക്കാലത്താണ് കള്ളപ്രവാചകൻ അസ്വദ് യമനിൽ വന്നത്. കള്ളപ്രവാചകനും വരും സഹോദരങ്ങളെ. യമനിൽ വന്ന അസ്വദ് അതാ മഹാനായ അബൂ മുസ്ലിം തങ്ങളെ വിളിച്ചു, മോനെ നീ ഞാൻ പ്രവാചകനാണെന്ന് പറയണം. ഞാൻ പ്രവാചകനല്ലയോ? ചോദിച്ചു, അല്ലേ? അല്ല. അപ്പ ചോദിച്ചു, തശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പ പറഞ്ഞുണ്ട്. എടാ, ഈ തീക്കുണ്ടാരത്തിൽ നിന്നെ വലിച്ചിടും. ഞങ്ങളെ കയ്യിലാടാ സ്വാധീനം, ഞങ്ങളെ കയ്യിലാടാ ഭരണം. നിന്റെ കൂടെ ആരാടാ ഉള്ളത്? നീ വന്നപ്പോ നാട്ടിൽ നീ ഒറ്റപ്പെട്ടു പോയി. നിന്നെ ഇതാ ഈ കത്തുന്ന തീയിലേക്ക് വലിച്ചെറിയുകയാണ്. മഹാനായ അബൂ മുസ്ലിമുൽ ഖവലാനി തങ്ങൾ അതാ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മോനെ ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിനോടുള്ള മഹബ്ബത്ത്, ആ ഹബീബിനോടുള്ള സ്നേഹം, അത് പറിച്ചു മാറ്റാൻ നിന്റെ തീയിന് കഴിയില്ല, നിന്റെ ശിക്ഷക്ക് കഴിയില്ല. ഇത് ആഖിറവുമായി ബന്ധപ്പെട്ട ബന്ധമാണ്, ഉഖ്റവിയായ ബന്ധമാണ്. അതിനെ നശിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഉടനെയതാ വലിയ തീക്കുണ്ടാരമൊരുക്കി. അബൂ മുസ്ലിം തങ്ങൾ ബേജാറായില്ല, പിടിച്ചുകൊണ്ടുവന്നു. അതാ വലിച്ചെറിയുകയാണ് തീക്കുണ്ടാരത്തിലേക്ക്. താബിഈങ്ങളുടെ നേതാവാണ് ഇവര്. ഈ സംഭവം നടക്കുമ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. കുറഞ്ഞ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം. ഉടനെയതാ അബൂ മുസ്ലിമുൽ ഖവലാനി തങ്ങൾ തീക്കുണ്ടാരത്തിലെത്തി. പലരും കളിയാക്കി, എന്തിനാ പോയത്? ഓ തീയിൽ വീണില്ലേ? പക്ഷേ മഹാനവറുകൾ എത്ര സന്തോഷത്തിലാണ്. ഒരു രോമം പോലും കരിഞ്ഞില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സംരക്ഷണം കൊടുത്ത റബ്ബ് അതാ സംരക്ഷണം കൊടുത്തിരിക്കുകയാണ്. ഇവര് പുറത്തുനിന്ന് ഇങ്ങനെ കളിയാക്കിയടാ. എന്താ മൂപ്പര അവസ്ഥ? അന്നേ നമ്മൾ പറഞ്ഞില്ലേ പോകണ്ടാൻ. ഇപ്പൊ പോയപ്പോ തീരെത്തിയില്ലേ? മഹാൻ വലിയ സന്തോഷത്തിലാണ്. ഇവിടെ എത്തിയതിൽ അൽഹംദുലില്ലാ. അവസാനം തീയൊക്കെ വന്ന് അണച്ചു നോക്കി, തീ കെടുത്തു നോക്കി. ഇവർ ചാരമായി പോയിട്ടുണ്ടെന്ന് വിചാരിച്ച ശത്രുക്കൾ അതാ സഹോദരങ്ങളെ പെട്ടെന്ന് തീയണച്ചുകൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുന്നു അബൂ മുസ്ലിമുൽ ഖവലാനി റഹിമഹുല്ലാഹ്. വെല്ലുവിളിച്ചു, എടാ നിന്റെ തീ എവിടെ പോയി? നിന്റെ തീ അവസാനം പറഞ്ഞു, എന്നാ പിന്നെ ഈ നാട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടു തരോ? ഞങ്ങളെ ഈ അഭിമാനമൊന്ന് സംരക്ഷിക്കാനാണ്. അങ്ങനെയാണ് അബൂ മുസ്ലിം തങ്ങൾ അതാ മദീനയിലെത്തി. അന്നത്തെ ഭരണാധികാരി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകൾ ഭരിക്കുന്ന കാലത്ത് തീയിൽ നിന്ന് രക്ഷപ്പെട്ട അബൂ മുസ്ലിം തങ്ങൾ മദീനയിലെത്തി. ആ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാണ്. അല്ലാഹു അക്ബർ, സുന്നത്ത് നിസ്കരിക്കാണ്. ദൂരം ഇങ്ങനെ നോക്കി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി ഇത് യമനിയാണ്, യമനിൽ നിന്ന് വന്ന ആളാണ്. ഉടനെ അടുത്തു ചെന്നു ചോദിച്ചു, നിങ്ങൾ എവിടത്തുകാരനാണ്? ഞാൻ യമനിൽ നിന്ന് വന്നതാണ്. ചോദിച്ചു, നിങ്ങളെ യമനിൽ ഒരാളെ തീയിലിട്ടു എന്ന് കേട്ടിട്ടുണ്ട്, എന്താണ് അവരെ അവസ്ഥ? അവ പറഞ്ഞു, ഉമർ തങ്ങളെ
പാവപ്പെട്ട ഞാൻ തന്നെയാണത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടുത്തെ കാലിൽ പിടിച്ച് അൽഹംദുലില്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉണ്ടായ ഒരു അനുഭവം ഈ ഉമ്മത്തിലെ ഒരാൾക്കുണ്ടായത് അറിഞ്ഞിട്ടാണല്ലോ എന്റെ മരണം വരുന്നത്. അത്രയും എനിക്കല്ല ആയുസ് തന്നല്ലോ. റബ്ബിനെ സ്തുതിച്ചു. മദീനയിൽ അന്ന് വലിയ സ്വീകരണം നൽകി. ഓ മുഅ്മിനീങ്ങളെ, ഒന്നും നമുക്ക് പ്രശ്നമാകരുത്. ഹഖിന് വേണ്ടി ജീവിക്കണം. കഷ്ടമായി നുറുക്കി തീയിലിടുന്നു പറഞ്ഞാലും നമ്മൾ പഠിച്ച ഹഖിൽ നിന്ന് അളവ് മാറാൻ പാടില്ല, മാറുകയുമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അൻപർ ഉസ്താദുണ്ട്, ഉസ്താദുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ദുആർക്കാം. നമ്മളെ സ്വലാത്ത് നമ്മളെ എവിടെ നടക്കുന്ന ഹിക്മയിലെ സ്വലാത്ത് 6-ാം തീയതിയാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.